ഗുഡ് മോർണിംഗ്. ഇത് തേഴ്സ്ഡേ മോർണിംഗ് ആണ്, അതായത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്രീൻ ടീ ഇട്ട് ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളൊക്കെ പറക്കി പുറത്തോട്ട് വെച്ചപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. വെള്ളം കുടിച്ചിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങി. അരിയും അങ്ങ് അടുപ്പത്തിട്ടു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അരിമാവ് അരച്ചത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഡലി ഉണ്ടാക്കാൻ കൊള്ളത്തില്ലെന്ന് കുറേ പേരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മാവെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിലും ഇതുപോലെ എടുത്ത് കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കാറുള്ളൂ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇത്തവണ ഏട്ടൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ പോയപ്പം വല്യമ്മച്ചി ഒരു പുളിങ്കറിയുടെ റെസിപ്പി പറഞ്ഞു തന്നു. അതപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ചട്ടി ചൂടാവാൻ വെച്ചിട്ട് കടുക് താളിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ചുവന്നുള്ളി നന്നായിട്ട് ചതച്ചതും ചേർക്കണം. ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർക്കണം. അതിനുശേഷം പുളിവെള്ളവും കറിവേപ്പിലയും മല്ലിയിലയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ചേർത്ത സാധനം വൻപയർ വേവിച്ചതിൻ്റെ വെള്ളമാണ്. അതും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ എടുത്ത് മാറ്റും. തീ ഓഫ് ചെയ്തില്ല. ആ അടുപ്പിലോട്ട് തന്നെ തോരനും കൂടെ വേണ്ടിയിട്ട് കടുക് വറുത്ത് അരിഞ്ഞു വെച്ചിരുന്ന ബീട്രൂട്ടും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു വെളുത്തുള്ളിയും കൂടെ ചതച്ചതും ഒരു പിടി തേങ്ങയും കൂടെ ചേർത്തിട്ട് അതും അടച്ചു വെച്ചൊന്ന് കുക്കാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അച്ഛനും മോനും കൂടെ ചിക്കൻ വാങ്ങിക്കാൻ പോയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പണിയെല്ലാം അങ്ങ് കഴിച്ചു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം കറിയെല്ലാം ഒഴിച്ച് വെച്ച് പാത്രങ്ങൾ അപ്പം കഴുകിയെടുത്തു. ഏട്ടനെ ഒന്ന് നേരത്തെ പോകണം. തമ്പുരുവിനെ 9:15 കൊണ്ടുവിടണം. അപ്പം ഞാൻ പോകുമ്പോഴത്തേക്ക് പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചണിലോട്ട് കയറണ്ടല്ലോ. എനിക്ക് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പണി കഴിയണം. അടുപ്പൊന്നും ഒഴിഞ്ഞ് കിടക്കുന്ന ഇഷ്ടമല്ല. ഇൻഡക്ഷനിലും ഗ്യാസ് സ്റ്റൗവിലും മാക്സിമം വെക്കാവുന്ന എല്ലാം പെട്ടെന്ന് വെച്ച് അങ്ങനെ എടുക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ കടുക് തളിക്കാൻ വേണ്ടി അപ്പുറത്ത് പാനും വെച്ചു. ഇൻഡക്ഷനിലോട്ട് ഇഡലിയുടെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരപ്പും പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് കഷ്ണം എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുരട്ടി ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിലും വെച്ചു. സാധാരണ ലാസ്റ്റിലാണ് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് എല്ലാവരുടെയും പാത്രത്തിലെടുക്കുന്നത്. ഇന്ന് സ്നാക്സ് എടുക്കാൻ സമയം കിട്ടിയപ്പം പെട്ടെന്ന് അതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഇഡലി ആയപ്പോൾ തന്നെ ഇഡലി എടുത്ത് തമ്പുരിൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചു. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഏട്ടന് ചോറെടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ചിക്കൻ അടുപ്പത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കുക്കായതെല്ലാം പാത്രത്തിലോട്ട് മാറ്റി അടച്ചടച്ച് വെച്ചു. ചോറിന് മുകളിലോട്ട് തന്നെ തോരനും എടുത്തു. വേറൊരു പാത്രത്തിലോട്ട് നമ്മുടെ പുളിങ്കറിയും എടുത്തു. അതിന് മേളിൽ ചിക്കൻ ഫ്രൈ അപ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു, അതും എടുത്തു. ഇഡലി ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് തമ്പുരു. നേരമില്ലാത്ത നേരത്ത് ഇന്ന് അവന് ഇഡലി വേണ്ട, പാല് മതിയെന്ന്. പിന്നെ അതും എടുത്തു. 9:20 ആയപ്പോഴത്തേക്ക് ഓടി.